റോഷിബാൽ, ഒരു 1.25 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനമാണ് ഈ രാജി പ്രഖ്യാപനത്തിൽ പി.വി. അൻവർ നടത്തിയിരിക്കുന്നത്. നിലമ്പൂരിൽ മത്സരിക്കാനില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം വരുന്നു. അതോടൊപ്പം നിലമ്പൂരിൽ ആര് മത്സരിക്കണം, UDF സ്ഥാനാർത്ഥിയായി എന്നൊരു റിക്വസ്റ്റ് ഡിമാൻഡ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. റിക്വസ്റ്റ് ഡിമാൻഡ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നു. അവിടെ ആര്യാടൻ ഷൗക്കത്തിന്റെ നെഞ്ചിൽ തീ കോരിയിട്ടുകൊണ്ടുള്ള പ്രതികരണമാണിപ്പോൾ അൻവർ നടത്തിയിരിക്കുന്നത്. അൻവറിന്റെ രാഷ്ട്രീയ നീക്കത്തെ എങ്ങനെ കാണണം? സ്മൃതി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് UDF-ലേക്ക് അൻവറിന്റെ പ്രവേശനം വൈകാനുള്ള പ്രധാനപ്പെട്ട കാരണവും നിലമ്പൂർ സീറ്റിനെ ചൊല്ലി കോൺഗ്രസിലെ ഒരു ആശയക്കുഴപ്പമാണ്. കാരണം നിലമ്പൂരിൽ UDF വലിയ പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് ആര്യാടൻ ഷൗക്കത്ത് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന മണ്ഡലം കൂടിയാണ് നിലമ്പൂർ. അവിടെ പി.വി. അൻവർ UDF-ലേക്ക് എത്തിയാൽ ആ മണ്ഡലം പി.വി. അൻവറിന് വിട്ടുകൊടുക്കേണ്ടി വരും. അത് കോൺഗ്രസിൽ ഉണ്ടാക്കുന്ന വലിയ ആശയക്കുഴപ്പം, അതുമായി ബന്ധപ്പെട്ട ഭിന്നതകളാണ് ഇതുമായി ബന്ധപ്പെട്ട പി.വി. അൻവറിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു പച്ചക്കൊടി കോൺഗ്രസിലെ പല നേതാക്കളും കാണിക്കാൻ വൈകിയത്. പക്ഷേ പി.വി. അൻവർ അത് മുൻകൂട്ടി കണ്ട് ഒരുപക്ഷെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ആശയവിനിമയം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാകാം നിരുപാധികം നിലമ്പൂർ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ പിന്തുണ UDF-ന് എന്ന് പ്രഖ്യാപിക്കുന്നു. പക്ഷേ അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത് ആര്യാടൻ ഷൗക്കത്തല്ല, അവിടെ DCC അധ്യക്ഷനായ ജോയി സ്ഥാനാർത്ഥിയാകണം എന്ന് നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. മുൻ MLA അല്ലെങ്കിൽ അവിടെ സിറ്റിംഗ് MLA ആയിരുന്ന പി.വി. അൻവർ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് അവഗണിക്കാതെ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വരും. എന്തായാലും ആ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ്, ഹൈക്കമാൻഡാണ്. എങ്കിൽ പോലും കോൺഗ്രസിന് മുന്നിൽ ഒരു സമ്മർദ്ദ ശക്തിയായി മാറാനുള്ള നീക്കം പി.വി. അൻവറിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നു. അതിന് തുടക്കമിട്ടിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് നേരത്തെ പി.വി. അൻവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങൾ, മുഖ്യമന്ത്രിക്കും സർക്കാരിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഉന്നയിക്കാൻ CPM-നകത്ത് നിന്നും ഒരു വിഭാഗം സഹായിച്ചു, അല്ലെങ്കിൽ ആ നിർദ്ദേശം നൽകിയത് CPM-നകത്തുള്ള ഒരു വിഭാഗം നേതാക്കളാണെന്ന് പി.വി. അൻവർ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. പക്ഷേ ആരാണെന്ന് വ്യക്തമാക്കുന്നില്ല. അതിനൊപ്പം പ്രതിപക്ഷ നേതാവിനെതിരെ എഴുതി നൽകിയത്, ആരോപണം ഉന്നയിക്കാൻ വിവരങ്ങൾ എഴുതി നൽകിയത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയാണെന്നടക്കമുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് പി.വി. അൻവർ. 17 നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. ആ സഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് പ്രതിപക്ഷത്തിന് വലിയൊരു രാഷ്ട്രീയ ആയുധം കൂടി നൽകിക്കൊണ്ടാണ് പി.വി. അൻവർ MLA പദം ഒഴിഞ്ഞിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏതായാലും വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ പി.വി. അൻവർ നടത്തും. അത് UDF-നൊപ്പം ചേർന്നാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ താഴെ ഇറക്കുകയാണ് രാഷ്ട്രീയ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ UDF-ന്റെ വിജയം സുനിശ്ചിതമാക്കാനുള്ള വഴിയൊരുക്കാനുള്ള ഒരു മുന്നൊരുക്കം അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. മാത്രവുമല്ല, തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വന്ന് നിലമ്പൂരിൽ UDF-ന് വേണ്ടി പ്രചാരണം നടത്തുമെന്ന പ്രഖ്യാപനം കൂടി അൻവർ നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇനി അങ്ങോട്ട് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും തൃണമൂൽ കോൺഗ്രസിനെ വേരോട്ടമുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തും. മാത്രവുമല്ല, പ്രധാനപ്പെട്ട ചില നേതാക്കളെ മറ്റു പാർട്ടികളിൽ നിന്നും തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള ചില ശ്രമങ്ങളും അൻവറിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ആ കാര്യങ്ങൾ ഇപ്പോൾ തൽക്കാലം വിശദീകരിക്കുന്നില്ല എന്നാണ്. ശരി, അത് രഹസ്യമായി നടത്തുന്നു എന്ന് പറയുമ്പോഴും പല പ്രധാനപ്പെട്ട നേതാക്കളുടെയും പേരുകളും ആ കാര്യത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്.